നമ്മളിപ്പോൾ ഒരുപാട് ഗൗരവമുള്ള മറ്റ് വിഷയങ്ങൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ജാതീയമായ ചില വിവേചനങ്ങൾ, നിറത്തിന്റെ പേരിലുള്ള വിവേചനം, അത് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല പൊതുവിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ജാതീയമായ ആ കോളേജിൽ നേരിടുന്നുണ്ട് വിഷയങ്ങൾ എന്ന് കേൾക്കുന്നുണ്ട്. നടന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പ്രതികരിച്ചില്ല. നിതിൻ പ്രതികരിച്ചു. നിതിൻ ഈ ലോകത്തുനിന്ന് വിട്ടുപോയി. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും എല്ലാം ഇറങ്ങി കോളേജ് അടച്ച് കോളേജ് വിദ്യാർത്ഥികളെയും പറഞ്ഞു വിട്ടപ്പോൾ അവർ ഓരോരുത്തരെ രംഗത്തിറങ്ങി. കാരണം ഇനി അവർക്ക് വേറെ കുഴപ്പമില്ല എന്ന് കണ്ടാണ് ഇറങ്ങിയത്. കാരണം അന്ന് അവരെ സർട്ടിഫിക്കറ്റുകളും അവരെ ഡോക്ടർ എന്നുള്ള അംഗീകാരങ്ങളും ഒന്നും കിട്ടൂല എന്ന് അവർക്കറിയാം. അത്രയും ഒരു ഒരു നിയമ ഒരു വശങ്ങളും ഇല്ലാത്തൊരു കോളേജാണത്. കാരണം ഞാൻ 6-7 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ സംവിധാനങ്ങളെല്ലാം എനിക്കറിയാം. കാരണം അവരാരും മൈൻഡൊന്നും ചെയ്യില്ല. പഠിച്ചാൽ ജയിച്ചാൽ കൊള്ളാം, എന്നാലും അവർക്ക് വാശി മേരാക്കിയുള്ളവരെ മാർക്കെല്ലാം കട്ട് ചെയ്ത് താഴോട്ടാക്കും അവർ. അങ്ങനെയുള്ള കോളേജാണ്. ഈ പറയുന്ന അധ്യാപകനെ അച്ഛൻ കണ്ടിട്ടുണ്ടോ? റാം എന്ന് പറയുന്ന അധ്യാപകനെ കണ്ടിട്ടുണ്ടോ? ജാതീയമായുള്ള കാര്യം അല്ല, മേഡം പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ജാതീയമായുള്ള കാര്യം മേഡം പറഞ്ഞല്ലോ. ജാതീയമായി അവനെ അധിക്ഷേപിക്കുകയും റാം എന്ന് പറയുന്ന ആള്, നിന്റെ മുഖം നീ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോടാ, നിന്റെ മുഖത്തിൻ്റെ ഭംഗി നീ അറിഞ്ഞിട്ടുണ്ടോടാ, നീ ട്രാൻസ്ജെൻഡറിനെ പോലെ ഇരിക്കുന്നു, നീ കറുത്തവർഗ്ഗക്കാരനല്ലേ, ഇത്രയും വിരൂപമായ കോമാളിയായ പുഴുത്ത പട്ടിയെ പോലെ നിന്നെ കാണുന്ന നീ എന്തൊരു വിരൂപോടാ, നിന്റെ പടം നീ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോ എന്നാണ് ചെയ്യുന്നത്. മേഡം, അവൻ്റെ ഫോട്ടോസ് എല്ലാം ഈ മാധ്യമങ്ങളിലെല്ലാം കണ്ടല്ലോ. എൻ്റെ മോൻ എന്ത് വിരൂപമാണുള്ളത്, ഇദ്ദേഹത്തിന് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതീയമായി അധിക്ഷേപിച്ചതിൻ്റെയും വംശീയമായും നിറത്തിൻ്റെ പേരിലും പുഴുത്ത പട്ടിയുടെ പേരിൽ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എല്ലാവിധ പഴുതുകളും ഉപയോഗിച്ച്, നിയമ സംവിധാനം ഉപയോഗിച്ച് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഒരു സസ്പെൻഡ് മാത്രമല്ല ഡിസ്മിസ് ചെയ്ത് തക്കതായ വധശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് ഈ കോളേജിൻ്റെ അംഗീകാരം തന്നെ ക്യാൻസൽഡ് ചെയ്യാൻ ബഹുമാനപ്പെട്ട നിങ്ങൾ ന്യൂസ് ചാനലെല്ലാം എല്ലാവിധ സഹായങ്ങളും ഈ എൻ്റെ മകൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ പരാതി പറയുകയാണ്.